ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാടായ തേൻകൃഷിയെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ നാടെന്ന് വെച്ചാൽ കണ്ടോ, പാടം, മഴക്കാലത്ത് പാടമെല്ലാം നിറഞ്ഞ് ആ രണ്ട് പാടങ്ങളുടെ ഇടയിൽ കൂടെ ഒരു റോഡും അതുപോലെ തന്നെ അതിമനോഹരമായ പാടങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും നല്ല സ്ഥലം തേൻകൃഷിയിലുണ്ടെന്ന് നിങ്ങൾക്ക് ചിലർക്ക് അറിയുള്ളൂ. കണ്ടില്ലേ, അടിപൊളിയാണ് ഗൈസ്. കണ്ടില്ലേ, പെട്ടു വീഡിയോ പെട്ടു. ഗായ്സ്, അതുപോലെ നമ്മുടെ നാട് പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പാടങ്ങൾ മൊത്തം നിറയും. എന്നാൽ രാത്രി നല്ല മഴ ഇട്ടിട്ടുണ്ട്, എപ്പോഴും മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം ചാലിൽ നടക്കണം, അപ്പുറത്തും ചാലുണ്ട്, ഒരേ ചാലുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാം, പക്ഷേ എങ്ങനെ മഴ സീനാവും. അങ്ങോട്ടൊക്കെ പോകാം ഗായ്സ്, അതിനാടില്ല അടുത്ത ചാലി. ഭയങ്കര ചൂടുള്ള വെള്ളം കേട്ടോ, ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെള്ളം. അങ്ങനെ അതിമനോഹരമായ നാടാണ് നമ്മുടെ തേൻകൃഷി. അതുപോലെ തന്നെ അവിടെ നിന്നാണ് മഴ വരുന്നുണ്ട് നാട്ടിലെ. അതോ മഴ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം പെടണം ഗൈസ്. അതുപോലെ നിങ്ങൾ പാലക്കാടിലേക്ക് ടൂർ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ തേൻകൃഷി ഒന്ന് വന്നിട്ട് കയറി നോക്കില്ല. അടിപൊളി കണ്ടില്ല, പാടങ്ങൾ മൊത്തം നിറഞ്ഞു കിടക്കുന്നത്. വൈബാണ്. ഇപ്പോൾ നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. തേൻകൃഷിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മൊത്തം നമ്മൾ തേൻകൃഷി കാണാൻ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ പാടങ്ങൾ കണ്ടില്ലേ, ചുറ്റും പാടങ്ങൾ. ഇതാണ് നമ്മുടെ തേൻകൃഷിയിലെ വിശേഷങ്ങൾ. വെള്ളമൊക്കെ മൊത്തം നിറഞ്ഞു കിടക്കണ ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ് കഴിച്ചത്. കണ്ടില്ലേ, അപ്പുറത്താണ്ട് കുളമുണ്ട്. കണ്ടില്ലേ, പാടത്തിൻ്റെ ഇടയിൽ ഒരു കുളം. പാടത്ത് നോക്കുക, ഇത്രയും വെള്ളം നിറഞ്ഞു കിടക്കുക. നല്ല വെള്ളം ഉണ്ട് കേട്ടോ. നല്ല രാത്രി നല്ല മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം. അടിപൊളിയാണ്. ഇതാ ആ കാണുന്നവിടെയാണ് എൻ്റെ വീട് കേട്ടോ. വേണ്ട, അതാണ് എൻ്റെ വീട്. ആ വെള്ള കളറാണ് എൻ്റെ വീട്. അപ്പം അത്രയും ലോങ് ഞാൻ അവിടെ എന്തൊക്കെയാണ് വന്നിരിക്കണ്ട.